ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും വെടിയൊച്ച. ഇറാൻ തീരത്തുകൂടി കടന്നുപോയ വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വെടിയുതിർത്തതോടെ പശ്ചിമേഷ്യൻ കടൽ മേഖലയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം തീർത്തും വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ നടത്തുന്ന ഈ പ്രകോപനങ്ങൾ ആഗോള വിപണിയെയും സുരക്ഷയെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു. ഇന്ന് പുലർച്ചെ ഒമാൻ തീരത്തു നിന്നും ഏകദേശം 15 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഭവം നടന്നത്. സായുധരായ റവല്യൂഷണറി ഗാർഡുകൾ സഞ്ചരിച്ച റൺ ബോട്ടുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ കപ്പലിന്റെ കമാൻഡ് സെന്ററായ ബ്രിഡ്ജിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ദുരന്തം ഒഴിവായത് ആശ്വാസകരമാണ്. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കൂടാതെ വെടിവെപ്പിനെ തുടർന്ന് കപ്പലിൽ തീപിടുത്തമോ അപകടകരമായ രീതിയിലുള്ള എണ്ണച്ചോർച്ചയോ ഉണ്ടായിട്ടില്ല എന്നത് പരിസ്ഥിതി ആഘാതം കുറയ്ക്കാൻ സഹായിച്ചു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേരോ അത് ഏത് രാജ്യത്തിൻ്റെതാണെന്നോ ഉള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യൻ പതാക ഘടിപ്പിച്ച 2 കപ്പലുകൾക്ക് നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണമുണ്ടായിരുന്നു. ഇന്ത്യൻ കപ്പലുകളെ തടയുകയും സൈന്യം വെടിയുതിർക്കുകയും ചെയ്ത സംഭവം നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെയും ഇന്ധന ഇറക്കുമതിയെയും ഈ സാഹചര്യം നേരിട്ട് ബാധിക്കും. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാത തടസ്സപ്പെടുന്നത് ആഗോള എണ്ണവില കുതിച്ചുയരാനും ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനും കാരണമാകും. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽപ്പെട്ട് രാജ്യം തളരുമ്പോൾ തന്ത്രപ്രധാനമായ കപ്പൽ പാതകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ഇസ്രായേൽ ഇറാൻ തർക്കങ്ങളും വിട്ടുമാറാത്ത രാഷ്ട്രീയ അസ്ഥിരതയും ഈ മേഖലയിലെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആഗോളതലത്തിൽ തന്നെ വലിയൊരു യുദ്ധഭീതി പടർത്തുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ ലോകശക്തികൾ ഒന്നിച്ച് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചർച്ചകളിലൂടെ പരിഹാരം കണ്ടില്ലെങ്കിൽ ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും ഈ നീക്കങ്ങൾ കാരണമായേക്കാം. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ പ്രകോപനപരമായ നീക്കങ്ങളെ അന്താരാഷ്ട്ര സമൂഹം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ മേഖലയിലെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക തങ്ങളുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഇറാന്റെ നടപടികൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുമോ എന്ന ഭയത്താൽ സൗദി അറേബ്യ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ സ്വന്തം കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും നാവിക നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തു. സംഘർഷം ലഘൂകരിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം നൽകിയെങ്കിലും പിടിച്ചെടുത്ത കപ്പലുകളുടെ കാര്യത്തിൽ ഇറാൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നയതന്ത്ര ചർച്ചകളെ സങ്കീർണമാക്കുന്നുണ്ട്. ആഗോള വിപണിയിലും ഇന്ധന സുരക്ഷയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നതോടെ ഈ പ്രതിസന്ധി വെറും ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഈ പ്രകോപനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്യാപാര പാതയിലൂടെയുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് ആഗോള ശക്തികളുടെയും ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ ലോകം പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ ഈ വെല്ലുവിളികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത.